ഗുഡ് മോർണിംഗ്. നമുക്ക് റെസിഡ്യൂ തിയറം എന്താണ് എന്ന് നോക്കാം. സോ ഫോർ ദാറ്റ് കൺസിഡർ എ കോംപ്ലക്സ് ഇൻ്റഗ്രൽ. സോ ദ കോംപ്ലക്സ് ഇൻ്റഗ്രൽ ഈസ് ഗിവൺ ബൈ I is equal to close integral over a contour C f of z dz. Now ഇവിടെ ഈ കാണുന്ന ഫംഗ്ഷൻ എഫിന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. സോ ഇവിടെ കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ വാട്ടെവർ എത്രത്തോളം സിംഗുലാരിറ്റീസ് പുറത്തുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ ഇൻ്റഗ്രേഷനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അത് നമ്മൾ ഇൻ്റഗ്രേഷൻ ഈ കോണ്ടൂറിൻ്റെ പുറത്തായതുകൊണ്ട് ദാറ്റ് വിൽ ബി 0. സോ നമുക്കൊരു തൽക്കാലം ഇവിടെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് കൺസിഡർ 2 singularities at points z1 and z2 within the contour C. Now apply Cauchy's theorem. So Cauchy's theorem apply ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ it will be like this. That is I is equal to നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇതാണ്, ഇൻ്റഗ്രൽ f of z dz. That will be close integral over C1 f of z dz plus close integral over C2 f of z dz. സോ ഇവിടെ C1 എന്നുള്ളത് ഒരു വളരെ ചെറിയ ഒരു കോണ്ടൂറാണ്, ആൻഡ് ദാറ്റ് ഈസ് എ കോണ്ടൂർ within the main contour C, and it might have a radius something like very small radius. So I can have a very small radius something like ρ1, and this can have a very small radius something like ρ2. അപ്പോൾ Cauchy's theorem പ്രകാരം this is equal to the integral over C1 plus integral over C2. Now we need to integrate these two integrals. So I am just denoting these two integrals by I1 and I2. Now I am expanding the function f of z in a Lorentz series. That is, f of z is given by sigma n runs from minus infinity to infinity Cn of 1 z minus z1 whole raised to n. അതായത് ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് വൺ ഈ സിംഗുലാരിറ്റി ബേസ് ചെയ്തിട്ട് ഞാനത് എക്സ്പാൻഡ് ചെയ്യണം. സോ ഐ എം എക്സ്പാൻഡിങ് ദ ഫംഗ്ഷൻ അബൌട്ട് ദിസ് പോയിന്റ് z1. സോ this is within 0 less than z minus z1 less than ρ1, where ρ1 is the radius of the first one. So as you can see it here, ρ1 is this one, this radius. Also I can write f of z equal to sigma n equal to minus infinity to infinity Cn of 2 z minus z2 all raised to n. This is applicable in the region z minus z2 less than ρ2. So of course I can give this as equation number 2. This is as equation 3a, and this is equation 3b. Now I'm just restricting this one, the C1, the
contour C1 small enough to fit within the limit. അതായത് ഈ z മൈനസ് z1 എന്നുള്ളത് വളരെ 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 ചെറിയൊരു റീജിയനായിട്ട് ഞാനതിനെ കൺഫൈൻ ചെയ്യണം. സോ ദിസ് റോ 1 ഈസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് സിമിലർലി റോ 2 ഈസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇതിടെ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ നേരത്തെ എഴുതിയ ഈ ഇക്വേഷനെ ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 3a യും ഇക്വേഷൻ 3bയും ഇക്വേഷൻ 2ൽ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഐ ആസ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ് ഇൻ്റഗ്രൽ C1 ഇവിടെ എഫ് ഓഫ് സെറ്റിന് പകരം ഞാനത് n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn of 1 z minus z1 all raised to n dz plus then the next integral, that is integral over C2 summation of n equal to minus infinity to infinity Cn of 2 z minus z2 whole raised to n dz. This will be, let's try expanding it again. Let's just ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ ഇതിനകത്തേക്ക് ഇടാം. That means I can just this is equal to sigma n equal to minus infinity to infinity Cn of 1 close integral over C1 z minus z1 all raised to n dz plus next integral is sigma n equal to minus infinity to infinity Cn of 2 close integral z minus z2 whole raised to n dz. ഈ രണ്ടെണ്ണം, സോ ഈ പാർട്ട് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ദിസ് ഈസ് C-1 ആണ് നമ്മുടെ ലോറൻസ് എക്സ്പാൻഷനിൽ. അപ്പോൾ അതിനെ ഞാൻ ഫസ്റ്റ് കോണ്ടൂറിലാണ് നിങ്ങൾ കളിക്കാൻ C-1 of 1 എന്നും ദിസ് വിൽ ബി C-1 of 2 എന്നത്. അതായത് ഈ ഒരു ഇതിനകത്ത് ഈ ഒരു C-1 of 1 മാത്രമാണ് ഇതിനകത്ത് സർവൈവ് ചെയ്യുന്നത്. ബാക്കി ടേംസ് എല്ലാം പോകും. Thus we have seen it. It is equal to 2 pi I into C minus 1 of 1 plus 2 pi I into C minus 1 of 2. Equation number 4. ഒരു പ്രത്യേക കാര്യം മനസ്സിലാവണം. ഇവിടെ ഈ കാണുന്ന C-1 ഈ ഒരു കാണുന്ന ലോറൻസ് സീരീസും ഈ കാണുന്ന ലോറൻസ് സീരീസും രണ്ട് ലോറൻസ് സീരീസും രണ്ട് ഡിഫറെൻറ്റ് ലോറൻസ് സീരീസ് ആണ്. അപ്പോൾ രണ്ടും കാരണം ഒന്ന് Z1 അബൌട്ടാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്, മറ്റൊന്ന് Z2 അബൌട്ടാണ് എക്സ്പാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് C-1 of 1 ഉം C-1 of 2 പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻറ്റ് ആണ്. അതായത് ഇവിടെ ഈ കാണുന്ന ഇൻ്റഗ്രലിനകത്ത് ഈ n equal to -1 ടേം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ സർവൈവ് ചെയ്യുന്ന ഈ ഒരു ടേം, അതായത് ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ആണ് കിട്ടിയത്. ഒന്ന് C-1 of 1, ഇത് C-1 of 2. അതിനെയാണ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് Z1 ആൻഡ് Z2 എന്ന് പറയുന്നത്. Now ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ്, സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 4 നോക്കിക്കഴിഞ്ഞാൽ 2 pi I into C-1, ഇവിടെ 2 pi I into -2. അതായത് what I can write is I is equal to എന്താണ് I? Integral f of z dz. That is equal to 2 pi I into sum of residues.
അതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്കിതിന് വരുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക്